ഹായ്, അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ വരുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് സൈബോസിസ് ടെക്നോളജീൻ്റെ CEO ആയ ബിജു സോമൻ സാറാണ്. ബിജു സോമൻ സാർ, വെൽക്കം. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ MSME സെക്ടറിൻ്റെ ഡിജിറ്റലൈസേഷൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചിട്ടാണ് സാറുമായി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. സാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തായാലും ഒരു വ്യക്തമായ ഐഡിയ കിട്ടുന്നതാണ് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ എൻ്റെ ചാനലിലേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ നമുക്കിപ്പം അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സാറിൻ്റെ ആദ്യം ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാലും മാത്രമേ സാറ് പറയുന്ന കാര്യം എത്രമാത്രം വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സാറിനെ കുറിച്ചിട്ട്, സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് സാറിനോട് തന്നെ ചോദിക്കാം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ശരി. ഞാൻ ബിജു സോമൻ. എൻ്റെ നാട് പല്ലന എന്ന് പറയും. കുമാരൻ അശ്വൻ ബോട്ട് മുങ്ങി മരിച്ച സ്ഥലം പ്രശസ്തമാണ്. മലയാളികൾക്ക് പെട്ടെന്ന് അത് പിടികിട്ടത് എവിടെയാണ് എന്താണെന്നുള്ളത്. ഞാൻ കമ്പ്യൂട്ടർ ഫീൽഡിൽ വരുന്നത് 1983-ലാണ്. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കീബോർഡിൽ ഞാൻ തൊടുന്നത് 1983. അന്നേരം കേരളത്തിൽ കമ്പ്യൂട്ടറൈസേഷന് എതിരായിട്ട് വളരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. അനിശ്ചിതത്വം അന്ന് ഫീൽ ചെയ്തിരുന്നു. കാരണം നമ്മളൊക്കെ അന്ന് വളരെ ചെറുപ്പം ആൾക്കാരായിരുന്നു. പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ ഇന്നുള്ള കുട്ടികൾ, കമ്പ്യൂട്ടർ ഫീൽഡിലുള്ള കുട്ടികൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറച്ച് സാങ്കേതിക കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. അതാണ് നമുക്ക് കേൾക്കേണ്ടത്. ഒന്ന്, ഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇന്ന് നിങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് വിൻഡോസ് എന്ന് പറയുന്നതിലാണ്. വിൻഡോസിൻ്റെയൊക്കെ മൂത്ത ജ്യേഷ്ഠനാണ് ഡോസ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ. അത് IBM-ഉം മൈക്രോസോഫ്റ്റും കൂടെയാണ്, അതിൻ്റെ ഇൻ്റലും ഒക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനികൾ. അങ്ങനെയാണ് PC, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഭവം വന്നതും നമ്മുടെയൊക്കെ മേശപ്പുറത്തോട്ടൊരു കമ്പ്യൂട്ടർ വന്നതും അങ്ങനെയാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റോട് കൂടിയാണ്. ബിൽ ഗേറ്റ്സിൻ്റെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടർ ഫീൽഡിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് ഒരിക്കലും മറന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയറിൽ ഒന്നാണ് ബേസിക്, ബിഗിനേഴ്സ് ആൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്, ബേസിക്. അപ്പോൾ എല്ലാവരും വരെയും കമ്പ്യൂട്ടറിൻ്റെ ബേസിക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെ കോബോൾ, ഫോർട്രാൻ, പാസ്കൽ, DBase3 ഈ പാക്കേജുകളാണ് അന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് പഠിച്ചു വന്നൊരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് വേർഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഇന്നത്തെ വേർഡ് പ്രസ്സിൻ്റെ MS വേർഡിൽ, മൈക്രോസോഫ്റ്റിൻ്റെ വേർഡിൻ്റെയും എക്സലിൻ്റെയും മൂത്ത ജ്യേഷ്ഠൻ വേർഡ് സ്റ്റാർ, പിന്നെ ലോട്ടസ് 1, 2, 3 എന്ന് പറയുന്ന പാക്കേജ്. ഇതൊക്കെയായിരുന്നു അന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതും കമ്പ്യൂട്ടറിനെ നമ്മൾ പരിചയപ്പെട്ടു തുടങ്ങിയതും അതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയതും ഈ പാക്കേജസൊക്കെ പഠിക്കുമ്പോഴാണ്. ശരിക്കും ഞാനൊരു ഈ ഫീൽഡിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അതിന് ശേഷം നിൽക്കാനും ഒക്കെ ഉള്ളൊരു കാരണം എനിക്ക് കോഡിംഗ് എന്ന് പറയുന്നത് പാഷനായിരുന്നു. ആ പ്രായത്തിൽ തന്നെ കോഡിംഗ് ഒരു പാഷനായിരുന്നു. കോബോളിൽ ഞാൻ നല്ല രീതിയിലുള്ള പാക്കേജസ് എഴുതിയിട്ടുണ്ട് ആ കാലത്ത്. പിന്നെ കോഡിംഗ് ഞാൻ അതിൻ്റെ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. അതായത് കോഡിങ്ങിൽ പാഷൻ വരാൻ കാരണം എന്തുകൊണ്ട്? ആ സമയത്തൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നത് മീൻസ് അല്ലേ, അങ്ങനെ ഒരു മെഷീനെ കൊണ്ട് നമുക്കൊരു ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലികളെല്ലാം അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു ആക്യുറേറ്റ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുമ്പോൾ ഒരു ത്രില്ലായിരുന്നു. അപ്പം ബേസിക്കാണ് ഞാൻ ആദ്യം പഠിച്ച സോഫ്റ്റ്വെയർ. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ അന്ന് എക്സസൈസിന് തന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 9 കോളങ്ങളുള്ള ഒരു 3 കോളം നേരെ 3 കോളം താഴോട്ടുള്ള ഒരു ചതുരം നമുക്ക് തന്നാൽ അതിൽ 1 തൊട്ട് 9 വരെയുള്ള അക്കങ്ങൾ എഴുതാം. അതിൽ എങ്ങനെ കൂട്ടിയാലും ഒരേ ഉത്തരം കിട്ടണം. ഇപ്പോൾ 9 ഉള്ള ഒരു മെട്രിക്സിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൂട്ടിയാലും നമുക്ക് 15 കിട്ടുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് എങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും? ഒരു കുട്ടിയുടെ ഇത് കൊടുക്കുകയുണ്ടെങ്കിൽ ദിവസങ്ങൾ എടുക്കാൻ അത് എഴുതി തീർക്കാൻ വേണ്ടി. പക്ഷെ 3, 5, 7, 9, 11, 13 ആ സൈസിൽ മെട്രിക്സ് വലുതാവും തോറും കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോളങ്ങളെല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് തരും. അതാണ് ഞാൻ ആദ്യം ചെയ്ത ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കോഡിങ്. അങ്ങനെ അതിനോടൊരു പ്രേമം തോന്നിയിട്ടാണ് കോഡിങ്ങിലേക്ക് ഞാൻ ഇത്രയും ഡെപ്തിൽ പോകാനുള്ള കാരണം. കേരളത്തിലെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ, അതായത് പ്രീ ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുമ്പം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു കോളേജ് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ അനുസരിച്ചിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ നടത്തിയിരുന്നത് മാനുവലായിട്ടാണ്.
അത് ഞാൻ DBase3 എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിച്ച് ആദ്യത്തെ സോഫ്റ്റ്വെയർ ഞാൻ ഡെവലപ്പ് ചെയ്തു. അത് DBase3യും ക്ലിപ്പർ എന്ന് പറയുന്ന ഒരു കമ്പാനിയൻ സോഫ്റ്റ്വെയറും കൂടെ ഉപയോഗിച്ചിട്ടാണ് അതിനൊരു കമ്പൈൽ ചെയ്ത് ഞാൻ അതിനെ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. പക്ഷേ അധികമൊന്നും മാർക്കറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജാണ് അത് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തത്. ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു ഫാദറായിരുന്നു. അദ്ദേഹം ഈ പുതിയ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് എങ്ങനെയോ ഞാനിങ്ങനെ കോളേജുകളിൽ പലതും കയറി ഇറങ്ങി ഇങ്ങനെ ഒരു പാക്കേജ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ച് നടക്കുന്ന കാലത്ത് അവസാനം അദ്ദേഹം അത് വേണമെന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു. ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് പ്രിൻ്റ് ചെയ്ത ദിവസം അദ്ദേഹം കുറേ അടുക്ക് നോട്ടുകൾ ഇങ്ങനെ മടക്കി എൻ്റെ പോക്കറ്റ് വെച്ച് തന്നു. അതാണ് എൻ്റെ IT ഫീൽഡിലെ ആദ്യത്തെ. അതായത് നമ്മളത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇതായിട്ടോ പേയ്മെന്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ അതിന്റെ റിസൾട്ട് അല്ല, ഡെലിവറി ചെയ്ത് ആദ്യത്തെ ടെസ്റ്റ് റൺ നടത്തുന്ന ദിവസം ആ റിസൾട്ട് കണ്ടിട്ട് പുള്ളിക്കാരൻ ഒന്നും ചോദിച്ചില്ല, കുറേ നോട്ടുകൾ ഇങ്ങനെ മടക്കിയിട്ട് എൻ്റെ പോക്കറ്റിൽ കൊണ്ടുവച്ചത്. അന്നേരം ഉണ്ടായ ഒരു ഫീൽ ഉണ്ടാവും അല്ലേ? ഭയങ്കരമാണ്. അദ്ദേഹം തന്നെ ആ നോട്ട് കെട്ടുകൾ ഞാൻ ഒരിക്കലും എണ്ണിയിട്ടില്ല. അതാണ് ജീവിതത്തിലെ ആദ്യത്തെ ഇൻകം. IT ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിൽ നിന്ന് നമ്മളൊരു വരുമാനം ഉണ്ടാക്കി. അതെ. പക്ഷെ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എനിക്കൊരു വലിയ ചലഞ്ചായിരുന്നു. ആ ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും എനിക്ക് തന്നെ ഒരു പ്രൊഫഷണൽ ലൈനിൽ ഇത് എത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം. ഇതിനകത്ത് അധികം ആൾക്കാരില്ല. കമ്പ്യൂട്ടർ ഫീൽഡിൽ അന്ന് അധികം ആൾക്കാർ 83, 84, 85 കാലഘട്ടങ്ങളിലൊന്നും അധികം ആൾക്കാർ. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറിന് എന്തുകൊണ്ട് ആ സമയത്ത് ഇൻട്രസ്റ്റ് വരാൻ കാരണം. ഞാൻ ആദ്യം ചോദിച്ചത് നമുക്ക് ഒരു ഉപകരണത്തെ കൊണ്ട് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ഒരു റിസൾട്ട് പുറത്തു വരിക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കോഡ് ചെയ്ത ആ പാക്കേജ് ഇപ്പം കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ ഞാൻ ചെയ്യുമ്പോൾ കൂടിപ്പോയാലും നമ്മളൊരു A4 സൈസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 40-50 പേപ്പറിൽ പ്രിന്റ് ചെയ്യാവുന്ന അത്രയും കോഡേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ ഒരു കോളേജിൻ്റെ കംപ്ലീറ്റ് റാങ്ക് ലിസ്റ്റ് കാൽക്കുലേഷനും ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് ഹാഫ് ആൻ അവർ ഉണ്ട്. അന്ന് ഡോട്ട് മാട്രിക്സ് പ്രിന്ററാണ്, ഇന്നത്തെ പോലെ ലേസർ പ്രിന്റർ ഒന്നുമില്ല. എന്ന് ശബ്ദം ഉണ്ടാക്കുന്ന പ്രിന്ററാണ്. അതൊരു 3/4 മണിക്കൂർ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോഴത്തെ ഒരു കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി. അതിൻ്റെ ടാബ്ലർ കാര്യങ്ങളെല്ലാം സിസ്റ്റമാണ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതുപോലത്തെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് കേരളത്തിലൊരു അത്ഭുതമാണ്. അഭിമാനത്തോടുകൂടി പറയാതുകൊണ്ട്. അപ്പോൾ ബാക്ക് ഓഫ് മൈ ബ്രെയിൻ എനിക്ക് എപ്പോഴും ഇതിനോടുള്ള ഒരു പാഷൻ എന്ന് നിലനിൽക്കുന്നു. പക്ഷേ അങ്ങനെ 1986 ഞാൻ ഒമാനിൽ പോകുന്നത്. അവിടെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആ സ്ഥാപനത്തിൻ്റെ അവർക്ക് ഒരു 4 സൂപ്പർ മാർക്കറ്റുകളാണുള്ളത്. അന്ന് സൂപ്പർ മാർക്കറ്റ് എന്ന പേരല്ല, ഗ്രോസറി എന്നുള്ള രീതിയിലുള്ള 4 സൂപ്പർ മാർക്കറ്റുകൾ മസ്കറ്റിലുണ്ട്. അപ്പം അതിൻ്റെ വെയർ ഹൗസ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് വെയർ ഹൗസും അവിടുന്ന് ബ്രാഞ്ചസിന് ഇഷ്യൂ ചെയ്യുന്ന സാധനങ്ങളുടെ ബ്രാഞ്ച് ലയബിലിറ്റി അക്കൗണ്ടിങ്ങും ചെയ്യുന്നത് അവർ മാനുവലായിട്ടായിരുന്നു. ഇതവർ കമ്പ്യൂട്ടറൈസ് ചെയ്യണം. കാരണം ഏകദേശം ഒരു 80,000-ഓളം ലൈൻ ഐറ്റം ഉണ്ട്. അത് 4 ഷോപ്പിലേക്കും സാധനങ്ങൾ ഇഷ്യൂ ചെയ്യണം. ഓരോ ഷോപ്പിലേക്കും ഓരോ തവണ ഇഷ്യൂ ചെയ്യുമ്പോൾ സെയിൽ പ്രൈസിൽ അത് എത്രത്തോളം ആ ബ്രാഞ്ച് ഹെഡ് ഓഫീസിൽ പൈസ അടയ്ക്കണം, അതിൻ്റെ കാര്യം അത് ബ്രാഞ്ച് ലയബിലിറ്റി അക്കൗണ്ടിങ് എന്നാണ് അക്കൗണ്ടിങ് ടേംസിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാര്യങ്ങളൊക്കെ ഹാർഡ്വെയർ എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ആരുമില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് ചാടി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കോബോളും പഠിച്ചുകൊണ്ടാണ് പോയത്. DBase3, കോബോൾ, ഫോർട്രാൻ, പാസ്കൽ ഇതൊക്കെയാണ് അന്ന് പഠിച്ചുകൊണ്ട് പോയത്. അവിടെ ഇറങ്ങുമ്പം ഈ സ്ഥാപനം മേടിച്ചു വെച്ചിരിക്കുന്നത് IBMൻ്റെ ഒരു സെർവറും 12 ഡം ടെർമിനൽസുമാണ്. IBMൻ്റെ ഒരു സെർവറാണ്. അത് വർക്ക് ചെയ്യുന്നത് യൂണിക്സിൻ്റെ തന്നെ ചെറിയൊരു അതിലും കുറച്ചുകൂടെ ഒരു താഴ്ന്നൊരു വെർഷനുണ്ട്. ആ വെർഷനിലാണ് ആ പാക്കേജ്. നമുക്ക് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് തന്നെ വേണേൽ പറയാം. അതിൻ്റെ ഉപയോഗിക്കുന്നത് RM കോബോൾ എന്ന് പറയുന്ന കോബോളിൻ്റെ ഒരു മൾട്ടി യൂസർ വെർഷൻ കൂടെയാണ്. ഇത് രണ്ടും എനിക്ക് ഫെമിലിയർ അല്ലായിരുന്നു. പക്ഷെ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് IBMൻ്റെ തന്നെ സപ്ലയർ ആയിരുന്ന എന്താ പറയുക MHD, മൊഹസിൻ ഹൈദർ ദാർവിഷ് എന്ന് പറയുന്ന കമ്പനിയാണെന്ന് തോന്നുന്നു.
ആ കമ്പനിയിൽ ഒരു വരപ്രസാദ് ഉണ്ടായിരുന്നു. വരപ്രസാദും ഹൈദരാബാദിൽ നിന്നുള്ള അല്ല, പുള്ളി ആ കമ്പനിയിൽ IBM-ന്റെ ടെക്നിക്കൽ സൈഡിലുള്ളവരാണ്. പുള്ളിയാണ് എന്നെ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിപ്പിച്ചത്. പിന്നെ ARM കോബിളിൽ അങ്ങനെ പാക്കേജ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അത് 4 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് തീർത്തു. ഞാനും കടയ്ക്കൽ നിന്നുള്ള ഒരു രമേഷ് ബാബു എന്ന് പറഞ്ഞൊരു, ഞാനും രമേഷ് അങ്ങനെ 2 പേരുമായിരുന്നു ആ പ്രോജക്റ്റിലുണ്ടായിരുന്നു. ഞങ്ങളത് വളരെ നന്നായിട്ട് ചെയ്ത് തീർത്തു. ആ പാക്കേജ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ റിഡൻഡൻ്റ് ആയി അവിടെ. കാര്യം നമുക്കൊന്നും ചെയ്യാനില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. പിന്നെ ഒരു പ്രോഗ്രാമർ എന്നുള്ള നിലയിൽ നമുക്ക് പിന്നെ അതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതിനിടയ്ക്ക് രമേഷ് കമ്പനി വിട്ടു. പുള്ളി പിന്നെ കാറ്റർപില്ലറിൽ പോയി. അതിനുശേഷം പുള്ളി കുവൈറ്റിൽ പോയി. അന്നേരം തൃശ്ശൂരിൽ നിന്നുള്ള ഒരു സന്തോഷ് ജോസ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. സന്തോഷ് ഇപ്പോഴും ദുബൈയിൽ ഒമാനിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയില്ല, കുറേ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. സന്തോഷം വളരെ നല്ല ഒരു പ്രോഗ്രാമറായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുണൈറ്റഡ് എഞ്ചിനീയറിംഗ് സർവീസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വന്നത്. അവർക്കൊരു പുതിയ കോൺട്രാക്ട് കിട്ടി. ആക്ച്വലി ആ കോൺട്രാക്റ്റിന് പ്രത്യേകതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് ആയിരുന്നു അത്. ആ കോൺട്രാക്റ്റിന് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ അന്ന് മാർക്കറ്റിലില്ല. റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അത് ഒത്തിരി മൊഡ്യൂൾസ് ഉള്ള ഒരു പാക്കേജാണ്. അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ അപ്ലൈ ചെയ്തു, ജോയിൻ ചെയ്തു. 1990 ജാനുവരി 1 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവരുടെ ആ ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു ആ ടീമിൽ. ഡെവലപ്മെൻറ്റ് മുഴുവനും എഗെയിൻ DBase3 ആണ് അവർ. കാര്യം ഡോസ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് അന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇതായിരുന്നു, എന്താ പറയുക, ജോബ് കോസ്റ്റിംഗ് സൈഡിലുള്ള ഒരു സോഫ്റ്റ്വെയർ. ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ആണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയർ ലൈഫിൽ തന്നെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഓയിൽ ഫീൽഡ് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പോയത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് കിട്ടിയ മൊഡ്യൂൾ എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് സൈഡാണ്. അതായത് ഓയിൽ ഫീൽഡിൽ കുറേ പലതരം എക്യുപ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ എങ്കിലും ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൂവബിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എക്യുപ്മെൻറ്റുകളുണ്ട്. അതായത് ഒരു റിഗ് അത് സ്വന്തമായിട്ട് മേടിച്ച് വെക്കത്തില്ല, അവർക്കത് നഷ്ടമാണ്. അത് ഇത് സപ്ലൈ ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പം ഡ്രില്ലിംഗ് ടൂൾസ്, ഫിഷിംഗ് ടൂൾസ്, ട്യൂബുലാർ റണ്ണിങ് ടൂൾസ്, പിന്നെ സർഫസ് പ്രഷർ കൺട്രോൾ എക്യുപ്മെൻറ്റ്, അതായത് BOP എന്നൊക്കെ ബ്ലോ ഔട്ട് പ്രിവെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള അതൊരു വലിയ ലിസ്റ്റാണ്. അത് ഞാൻ അതിൻ്റെ അകത്തോട്ട് പോകുന്നില്ല, ഓയിൽ ഫീൽഡിൽ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് ഒക്കെ മെയിൻ്റനൻസ് നടത്തും. അതായത് ഇതെല്ലാം അസറ്റ്സാണ് ഒരു കമ്പനിയുടെ, ഒരു സർവീസ് കമ്പനി അല്ലെങ്കിൽ ഇത് റെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ അസറ്റ്സാണ്. അപ്പം ഇതിങ്ങനെ റെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് യുണൈറ്റഡ് എഞ്ചിനീയറിംഗ് സർവീസസ്. അവരും ഒമാൻ്റെ PDO, പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഒമാനുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. ഡസ് എന്ന് പറയും, ഡ്രില്ലിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് സർവീസസ് കോൺട്രാക്ട് എന്ന് പറയും. അതാണ് കോൺട്രാക്ട്. അന്നത്തെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ, അത് GCCയിലെ ഏറ്റവും വലിയ കോൺട്രാക്റ്റാണ്. അപ്പോൾ ആയിരക്കണക്കിന് എക്യുപ്മെൻറ്റുകളുണ്ട്. ഈ എക്യുപ്മെൻറ്റുകളുടെ സർവീസ് നമ്മൾ അതായത് മെയിൻ്റനൻസ് നമ്മൾ ട്രാക്ക് ചെയ്യണം. അതിൻ്റെ റെൻ്റൽ ട്രാക്ക് ചെയ്യണം, അതിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യണം. ഏകദേശം 80ഓളം അറ്റ് എ ടൈം 80ഓളം റിഗ് വരെ ആ കമ്പനി ഒരേ സമയം സർവീസ് കൊടുക്കുന്നുണ്ടായിരുന്നു 3 ബേസിസിലായിട്ട്. അത് ഒമാനിലെ മസ്കറ്റ്, അതായത് എയർപോർട്ടിനടുത്തുള്ള അവരുടെ ഒരു ഓഫീസുണ്ട്. ഒന്നത് ഫഹൂദ് എന്ന് പറയുന്ന സ്ഥലത്ത്, നിമർ എന്നുള്ള സ്ഥലം. ഞാൻ ഈ ഇൻറ്റീരിയറിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പാക്കേജ് ഡെവലപ്പ് ചെയ്യാൻ പോയപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൂളിനെ കുറിച്ച് അറിയണം. ആ ടൂൾ എന്ത് സർവീസാണ് ചെയ്യുന്നതെന്ന് അറിയണം. ആ ടൂള് ഒരു സർവീസ് കഴിഞ്ഞ റിഗിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്തെല്ലാം മെയിൻ്റനൻസ് ചെയ്യും, ഒരു മെയിൻ്റനൻസ് നടക്കുമ്പോൾ എന്തെല്ലാം സ്പെയർ പാർട്സ് നമ്മൾ റീപ്ലേസ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻവെൻട്രിയിൽ നിന്ന് അത് പോകും, പിന്നെ എത്ര കൺസ്യൂമബിൾസ് യൂസ് ചെയ്യും, എത്ര ടെക്നീഷ്യൻസ് അതിനകത്ത് ടൈം യൂസ് ചെയ്യും, ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ജോബ് പോസ്റ്റിംഗ് നടക്കുന്നത്. അതായത് IT പഠിച്ച ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട വന്നു.
അന്നൊരു ഡോൺ ഫോക്കനർ എന്ന് പറഞ്ഞ ഒരു ആണ്, ഞങ്ങളെല്ലാം സ്നേഹത്തോടെ ഡോൺ എന്ന് വിളിക്കുന്ന ഒരു ബേസ് മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നിട്ട് എൻ്റെ കോമ്പസിറ്റ് കാറ്റലോഗ് കൊണ്ടുവന്ന് എൻ്റെ മേശപ്പുറത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ദിസ് ഈസ് ഇറ്റ്, എനിക്കൊന്നും പറയാനില്ല, നീ പഠിക്കണം ചെയ്തോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരറ്റം മുതൽ ആ കോമ്പസിറ്റ് കാറ്റലോഗ് മറിച്ചു തുടങ്ങി. ഇത്രയേ ഉള്ളൂ ഒരു ബുക്ക്, അങ്ങനത്തെ 10 ബുക്ക്. അങ്ങനെ ഓയിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരുമാതിരിപ്പെട്ട മൂവബിൾ ടൂളുകളെ കുറിച്ചെല്ലാം നല്ലപോലെ ഡെപ്തിലൊരു പഠിക്കാൻ അവസരം ഉണ്ടായി. പാക്കേജ് 7 മാസം കൊണ്ട് ഞങ്ങളും ടീമെല്ലാം കൂടെ ചെയ്തു തീർന്നു. സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടി ഓരോ ഫൗത്ത് ബേസും നിമർ ബേസും ഒക്കെ പോയി എല്ലാവർക്കും ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങളുടെ ടീമിനെ പുൾ ഔട്ട് ചെയ്യുകയാണ് മാനേജ്മെൻറ്റ് ഓരോ ബേസിൽ നിന്നും. നമ്മുടെ ജോലി തീർന്നല്ലോ, സ്റ്റാഫിനെ എല്ലാം ട്രെയിൻ ചെയ്ത് സോഫ്റ്റ്വെയർ റോൾ ഔട്ടായി എല്ലാം ഭംഗിയായിട്ട് റൺ ചെയ്യുന്നുണ്ട് എല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ ബേസ് മാനേജർ പറഞ്ഞു, വിച്ച് ഈസ് നോട്ട് ഗോയിങ് ബാക്ക് ടു IT ഡിപ്പാർട്ട്മെൻറ്റ്, ഈസ് ആൻ ഓയിൽ ഫീൽഡ് ഹാൻഡ്. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പിന്നെ പ്രോജക്റ്റ് മാനേജർ ഫൈനാൻസ് മാനേജർ അവർ രണ്ടുപേരുമായിരുന്നു അന്ന് ബേസിൽ വന്നത്. നമ്മളൊക്കെ തിരിച്ചു പോകുന്നൊരു വലിയൊരു പിന്നെ വൈകിട്ടൊരു ബാർബക്യൂ പാർട്ടിയൊക്കെ നടത്തിയിട്ടാണ് പിന്നെ നമ്മൾ സിസ്റ്റം റോൾ ഔട്ടായത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അന്ന് പറഞ്ഞു നാളെ തൊട്ട് ഇവർ തിരിച്ചു പോവാണ്, ഞങ്ങൾ 6 പേരുണ്ട് തിരിച്ചു പോവാണെന്ന് പറയുമ്പോഴത്തേക്ക് ഡോൺ പറഞ്ഞു, ഡോൺ അല്ല അന്ന് ഇരുന്നത് പിന്നെ ഒരു കോളിൻ മക്കൾ പൈൻ എന്ന് പറഞ്ഞ് സ്കോട്ടിഷ് ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബിജു തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു, ഈസ് ഗോയിങ് ടു ബി ആൻ ഓയിൽ ഫീൽഡ് ഹാൻഡ്. എനിക്കോ അന്നേരം ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയമാണ്. കാര്യം ടെക്നോളജി പഠിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതെനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഓയിൽ ഫീൽഡ് ഹാൻഡായിട്ട് മാറി അവിടുന്ന് തന്നെ. ഞാൻ ബേസ് ഓപ്പറേഷൻ സൂപ്പർവൈസർ, പിന്നെ വേറൊരു കമ്പനിയിൽ ഓപ്പറേഷൻ മാനേജർ, വേറൊരു കമ്പനിയിൽ പിന്നെ പ്രൊക്യൂർമെൻറ്റ്, ഇൻ്റർനാഷണൽ പ്രൊക്യൂർമെൻറ്റ് ലീഡ് സൂപ്പർവൈസർ, പിന്നെ വെതർഫോർഡ് ഇന്ത്യ, ഞാൻ ഈ പറയുന്നതൊക്കെ വെതർഫോർഡിലാണ്, വെതർഫോർഡ് ഇന്ത്യയുടെ പർച്ചേസ് മാനേജർ, പിന്നെ വെതർഫോർഡിൻ്റെ ഒരു ഡിവിഷൻ അണ്ടർ ബാലൻസ് ഡ്രില്ലിംഗ് സിസ്റ്റത്തിൻ്റെ റീജിയണൽ മാനേജർ. അപ്പം ഞങ്ങളുടെ ടീമിൻ്റെ എൻ്റെ ടീമിൻ്റെയും കീഴിൽ 17 കൺട്രീസാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഓയിൽ ഫീൽഡിൽ അങ്ങനെ പോകും. പക്ഷേ അപ്പോഴെല്ലാം ബാക്ക് ഓഫ് മൈ ബ്രെയിൻ IT എന്ന് പറയുന്നതായിട്ട് ഞാൻ വിട്ടിട്ടില്ലായിരുന്നു. എൻ്റെ കൂടെ അന്ന് ഏകദേശം ഒരു 4-5 പേരുണ്ടായിരുന്ന നല്ല പ്രോഗ്രാമേഴ്സും ഉണ്ടായിരുന്നതിൽ അതിൽ 3 പേര് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒമാനിലും ദുബായിലുമായിട്ട്. അവരുടെ കുറേ പ്രോജക്റ്റുകൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മറ്റു പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഒരു അതിനകത്തുനിന്നൊരു റവന്യൂ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ചെയ്തതല്ല, ആ സബ്ജക്റ്റിനോടുള്ള ഒരു പാഷനും പിന്നെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മെയിനായിട്ട് ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുക, എന്നിട്ട് പ്രോഗ്രാമിംഗ് ടീമിന് ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, വാട്ട് എക്സാക്ട്ലി ദേ വോണ്ട് ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു. അതായത് സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഏകദേശം ഒരു 150-ലേറെ പാക്കേജുകൾക്ക് വേണ്ടി ഞാൻ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. IT ഫീൽഡിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, പ്രൊഫഷണലി നോ, ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ് ടു ഷോ ഇൻ മൈ CV. കാര്യം ഞാൻ ഒരു കമ്പനിയിലും IT ഫീൽഡിൽ ജോലി ചെയ്തിട്ടില്ല. ഓപ്പറേഷനിൽ ഞാൻ ഓപ്പറേഷൻ സൂപ്പർവൈസറായിട്ട് ഓയിൽ ഇൻഡസ്ട്രി വന്നിട്ട് ഒരു ഓയിൽ ഫീൽഡ് കമ്പനിയുടെ ജനറൽ മാനേജറായിട്ടാണ് ഞാൻ എൻ്റെ ജോലി വിടുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന്. അത് ആ പൊസിഷനിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ദാറ്റ്സ് മോർ ഇനഫ്, ഐ ഹവ് ഡൺ മൈ തിങ്. ഞാൻ 24 വർഷം ഓയിൽ ഇൻഡസ്ട്രി, 25 വർഷം ഞാൻ ഓയിൽ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. അതിന് ഞാൻ എൻജോയ് ചെയ്തു. ആ ടെക്നോളജി എനിക്കിഷ്ടമാണ്. അതിലും ഒരു എന്താ പറയുക, ഒരു കമാൻഡുണ്ട്, ചില ഏരിയയിൽ എനിക്കൊരു കമാൻഡുണ്ട്. അതേപോലെ തന്നെ IT ഫീൽഡിൽ ഇപ്പോൾ എൻ്റെ ഏജൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, എന്നാലും അതെ 60+ ആണ്. പക്ഷേ പിന്നെ പറയാനാണുള്ളതുണ്ടല്ല. അപ്പോൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള രണ്ടൊക്കെ നമ്മളൊക്കെ പോയി എങ്ങനെയൊക്കെ സംസാരിക്കുന്ന നമ്മുടെ കൂടെയുള്ള കുട്ടികൾ ചിന്തിക്കും അല്ലേ, അതുണ്ടാകാതിരിക്കും, ആ ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഐ വോണ്ട് ടു വർക്ക് വിത്ത് ദം. അപ്പോൾ അവരുമായിട്ടൊക്കെ ഉള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു സ്ട്രെങ്ത്. കാര്യം ലേറ്റസ്റ്റ് ടെക്നോളജി പഠിക്കണം എന്നൊരു വാശി എന്നിൽ ഉണ്ടാക്കുന്നത് ഇവരുടെ കൂടെയുള്ള സഹവാസമാണ്. ഇപ്പോൾ പൈത്തണിലാണേലും പിന്നെ അതുപോലത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയിലാണേലും ഞാൻ എൻ്റെതായൊരു സ്പേസ് കണ്ടുപിടിക്കുന്നുണ്ട്. കാര്യം പുതിയ കുട്ടികളെ പഠിച്ചിരിക്കുക മാത്രമല്ല, ഈ
ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എങ്കിലേ നമുക്ക് തന്നെ ഒരു ഫീൽ വരത്തുള്ളൂ. ഐ ആം ഫിറ്റ് ഫോർ ദിസ് ഏര എന്ന് പറയുന്നത്. എല്ലാ സമയത്തും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയൊന്നുമല്ല. ഈ ഏജിൽ എനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതെ, പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു കുട്ടി പിന്നെ IT ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളും ആ ടെക്നോളജി ആയിട്ട് അടുത്ത് നിൽക്കണം. അത് ഒരു നമ്മൾ ആ ടെക്നോളജിയിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്നെന്ന് പറയുന്നത് ഞാൻ ആദ്യം ഉപയോഗിച്ച വേർഡ് തന്നെ, പാഷൻ. ഇത് അതുകൊണ്ടാണ് ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സാറിനെ കുറിച്ചിട്ട് ഒരു വളരെ വിശദമായിട്ട് തന്നെ സാറിൻ്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇപ്പം ഇത് കാണുന്നവർക്ക് സാറിന് IT ഫീൽഡിൽ എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സാറ് ചില്ലറക്കാരനെല്ലാം നിങ്ങൾക്ക് ഈ കഥയിൽ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇനി സാറിൻ്റെ നമുക്ക് അറിയാമെന്ന് വെച്ചാൽ സാർ ഇപ്പോൾ IT ഫീൽഡിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇൻട്രസ്റ്റിങ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പറയാൻ കാരണം വെച്ചാൽ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഒരാൾ ഇൻ്റർവ്യൂ ഞാൻ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം. കാരണം ഞാൻ IT BTech കഴിഞ്ഞ ഒരാളാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് IT ആണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നെ പറയട്ടെ, സാർ ഇപ്പോൾ IT ഫീൽഡിൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? മിഡിൽ ഈസ്റ്റിലെ ആ ഒരു സർവീസ് ഒരു 30 വർഷം കൊണ്ട് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ 2017 തിരിച്ച് നാട്ടിലെത്തി. ഈ അടുത്ത കാലഘട്ടം വരെയും ഞാൻ ഒരു ഫ്രീലാൻസ് കൺസൾട്ടൻ്റ് ആയിരുന്നു. ആ കൺസൾട്ടൻസി നയിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ കമ്പ്യൂട്ടറൈസേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫീൽഡിൽ വന്നിട്ട് കമ്പനികളുടെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിൻ്റെ അടുക്കൽ ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോളേജിന് വേണ്ടി സോഫ്റ്റ്വെയർ ചെയ്ത പോലെ മറ്റ് സോഫ്റ്റ്വെയറുകൾ കമ്പനികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അന്നത്തെ തലമുറയ്ക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ല. അവർക്ക് അന്നും ബുക്കിലൂടെ അക്കൗണ്ട്സ് ചെയ്യുക, അത് മതി എന്ന് ചിന്തിക്കുന്ന ഒരു ആളാണ്. കാര്യം അവയർനെസ് കുറവായതുകൊണ്ട്. പക്ഷേ ഈ 2017 ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ യങ് ജനറേഷൻ ഒത്തിരി, നിങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പായിട്ടുള്ള ഒത്തിരി പേര് ഇപ്പം എൻ്റർപ്രണേഴ്സായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രൈവ് തന്നെ ഉണ്ടായിരുന്നല്ലോ, മേക്ക് ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള ഒരു ഡ്രൈവ് വന്നു. പിന്നെ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് കുറേ സപ്പോർട്ടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ബോഡികളൊക്കെ ചെയ്യുന്ന കുറേ വലിയ കോൺട്രിബ്യൂഷൻസ് ബിസിനസ് ഡെവലപ്മെൻറ്റിൽ, എക്കണോമിക്സ്, നമ്മുടെ എക്കണോമിയിൽ തന്നെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ തന്നെ ഒത്തിരി യങ്സ്റ്റേഴ്സ് എൻ്റർപ്രണേഴ്സായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ എന്ത് വേണം എന്നറിയാം. എൻ്റെ സ്ഥാപനത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ്സാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് വേണം എന്നറിയാം. പക്ഷേ എവിടുന്ന് കിട്ടും, എങ്ങനെയൊക്കെ ഇത് കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ച് അവർക്കൊരു വ്യക്തമായൊരു പിക്ചർ ഞാൻ പരിചയപ്പെട്ട ഏകദേശം ഒരു 80% ആൾക്കാർക്കും അതില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ IT സൈഡിലുള്ള അവരുടെ ലാക്ക് ഓഫ് നോളജ് എന്ന് വേണേൽ പറയാം. അവർക്ക് അതിലേക്ക് പഠിക്കാനോ ആ സബ്ജക്റ്റ് ഡെപ്തിൽ പോയി പഠിക്കാനോ ബിസിനസ് പരമായിട്ട് ഐഡിയ ഉണ്ട്. പക്ഷേ എൻ്റെ ബിസിനസ് എവിടെ എത്തണം, ഏത് രീതിയിൽ എത്തണം, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ IT എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ അവർക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്താൽ അവരുടെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൽ ഇതും കൂടെ കൊണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടെ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇതിനൊരു മൈലേജ് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു പിക്ചർ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കിയിടത്തോളം ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാലി അക്കൗണ്ടിങ് സിസ്റ്റം, അല്ലെങ്കിൽ സോഹോ, അതുപോലെയുള്ള അക്കൗണ്ടിങ് സിസ്റ്റംസും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പോയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് അതുപോലുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കണം. നമുക്ക് 2 കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കമ്പനിയുടെ അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടുപേരും ടാലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടാലിയിൽ എങ്ങനെയാണോ അക്കൗണ്ടിങ് സിസ്റ്റം ചെയ്യേണ്ടത് ആ പാറ്റേണിൽ നമ്മൾ ചെയ്യണം. രണ്ടാളും സെയിം ആയിട്ട് തന്നെ ചെയ്യണം. നമ്മൾ രണ്ടുപേരും അതുപോലെ ചെയ്യണം. ISO എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലത്ത്, വന്നു തുടങ്ങിയ കാലത്ത് ISOയ്ക്ക് ഒരു നോംസ് ഉണ്ട്. ഒരു ട്രേഡിംഗ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വാട്ട് യുവർ SOP എന്നവർ പറയും. ആ SOP, ആ ബ്രാക്കറ്റിനകത്ത് നിന്ന് നമ്മൾ ആ ഫ്രെയിംവർക്കിനകത്ത് നിന്ന് നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്യുമ്പോഴും ആ ഫ്രെയിംവർക്കിലാണോ നമ്മളെന്നുള്ളതാണ് അവർ നമ്മളെ ഓഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തുനിന്ന് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് തലത്തിൽ ഇന്നോവേഷൻസ് സംഭവിക്കുന്നില്ല. അതൊരു നെഗറ്റീവാണ്.
എല്ലാവരും ഇപ്പോൾ ഒരു ഒരു ട്രേഡിംഗ് കമ്പനി പോയി വേറൊരു ട്രേഡിംഗ് കമ്പനി പോയി രണ്ടുപേരുടെയും പാറ്റേൺ ബിസിനസിന്റെ പാറ്റേൺ ഒരുപോലെയാണ്. അതിനകത്ത് ഒരു ഇന്നോവേഷൻ ബിസിനസ് മാനേജ്മെന്റ് ഒരു ഇന്നോവേഷൻ സംഭവിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ISO പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ SOP ഉണ്ടാക്കുക, അത് ഞങ്ങൾ ഓഡിറ്റ് ചെയ്യാം. ആ SOP ബിസിനസ് സ്റ്റാൻഡേർഡിനും പ്രൊസീജിയേഴ്സിനും പറ്റുന്നതാണോ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ പറഞ്ഞതിൻ്റെ എനിക്ക് എൻ്റെ കമ്പനിയിൽ എനിക്കൊരു പ്രോസസ് ഫ്ലോ ഉണ്ടെങ്കിൽ എനിക്ക് ആ പ്രോസസ് ഫ്ലോ ഡിറൈവ് ചെയ്തിട്ട് എനിക്ക് അത് ചിലപ്പം ഒരു ജോബ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിരിക്കും ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷെ അത് സ്റ്റാൻഡേർഡൈസ് ആയിരിക്കണം. അത് നിങ്ങളുടെ ഉണ്ടാക്കുന്ന നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്കൊരു പ്രോസസ് ഫ്ലോ ഉണ്ട്. ആ പ്രോസസ് ഫ്ലോ നിങ്ങളുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വിചാരിക്കുന്ന എൻവിസേജ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഏകദേശം സിമിലർ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ രണ്ട് കമ്പനി ഫംഗ്ഷൻ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. അത് ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ഫംഗ്ഷൻ ലെവൽ ചിലപ്പം കുറെ കൂടെ ബെറ്റർ ആയിരിക്കും, വേറൊരാളുടെ അത്രയും ബെറ്റർ ആയിരിക്കത്തില്ല. ആ ഇന്നോവേഷൻ സംഭവിച്ചത് ISO ഇങ്ങനൊരു സ്റ്റാൻഡേർഡൈസേഷനിൽ ഒരു ചെറിയ ഒരു ഫ്ലിപ്പ് ദ കോയിൻ, അതാണ് സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് IT-യിലും ഇപ്പോൾ സംഭവിക്കുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് പാക്കേജുകളിൽ പോകാനായിട്ട് വലിയ വലിയ കമ്പനികളൊന്നും തയ്യാറാകത്തില്ല. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവർ ടൈലർ മെയ്ഡ് പാക്കേജുകളിലേക്ക് പോകുമായിരുന്നു. വലിയ വലിയ കമ്പനികളെ ഇപ്പം പിന്നെ ടാറ്റ, ഇൻഫോസിസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനികളെ ഹയർ ചെയ്തിട്ട് അവരുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ് അവർക്ക് വേണ്ടുന്ന രീതിയിൽ പ്രോസസ് ഫ്ലോ തയ്യാറാക്കി ആ പ്രോസസ് ഫ്ലോയിൽ വർക്ക് ചെയ്യുന്ന ERP സിസ്റ്റംസ്, CRM അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് അന്ന് ആ കമ്പനികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നുകൊണ്ട് നേരത്തെ നമുക്ക് പറയാവുന്ന ഒരു 10 വർഷം മുമ്പ് വരെയും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം സിനാരിയോ മാറി. ഇപ്പം ടെക്നോളജി അഫോർഡബിൾ ആണ്. ഇപ്പോൾ MSME സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, 250 കോടിക്കകത്ത് ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി MSME ബ്രാക്കറ്റിനകത്താണ് അല്ലേ? മൈക്രോ, സ്മോൾ, മീഡിയം അല്ലേ, അതാണ് MSME എന്ന് പറയുന്നത്. ഈ MSMEക്കകത്ത് വരുന്ന കമ്പനികൾ എന്ന് പറയുന്നത് 250 crores വരെ ടേൺ ഓവർ ഉള്ള കമ്പനികളാണ്. എന്ന് പറയുന്നത് വലിയ കോർപ്പറേറ്റിന്റെ മുന്നിൽ ഇവരൊന്നുമല്ല. എങ്കിൽ പോലും ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസും ടെക്നോളജിയും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ MSME സെഗ്മെന്റിലുള്ള ഒരു പാക്കേജ് അവരുടെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റം, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം, അല്ലെങ്കിൽ HRMS, ഇതിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും നമ്മൾ അവരോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പാക്കേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ് ഫ്ലോ അതിനനുസരിച്ച് മാറണം. നിങ്ങളുടെ പ്രോസസ് ഫ്ലോ എങ്ങനെ അതിനനുസരിച്ച് നിങ്ങളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം അപ്ഗ്രഡേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ട്രാക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രസീവ് ട്രാക്കാണ് അല്ലേ? ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഗ്രസ് സംഭവിക്കുന്നത് അവരുടെ ഇന്നോവേഷൻസിലൂടെയാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് നന്നാക്കുന്നു അല്ലെ സർവീസ് നന്നാക്കുന്നു, അതെന്താ ചെയ്യുന്നത്? അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയില്ല, ഈ കെട്ടിയിരിക്കുന്ന വാച്ച്, ആ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്കൊരു വാച്ച് ചിലപ്പം 2 വർഷം കഴിഞ്ഞ് മേടിക്കുമ്പം ഇതിനേക്കാളും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ടെക്നോളജിയിലായിരിക്കും അവരെ വാച്ച് ഇറക്കുന്നത്. ഓരോ സമയത്തും അവർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട്. അതിനൊപ്പം നമ്മുടെ ഈ സിസ്റ്റംസും കൂടെ നിൽക്കണം. അപ്പൊ സ്കെയിലബിൾ ആയിരിക്കണം സിസ്റ്റം. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സിസ്റ്റത്തിൽ പോയാൽ നിങ്ങൾ ആ ഫ്രെയിം വർക്കിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് സിസ്റ്റത്തിൽ പോയാൽ നിങ്ങൾ അതിനകത്ത് ആ ഫ്രെയിം വർക്കിനകത്ത് കിടന്നാണ് നിങ്ങൾ കറങ്ങുന്നത്. പക്ഷെ നിങ്ങളുടെ കമ്പനി സ്കെയിലപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പിന്നെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിന്റെ ക്വാളിറ്റി, നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യുമ്പം ഒപ്പം നിങ്ങളുടെ സിസ്റ്റം അതിന് കൂടെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന പുതിയ മെത്തേഡ്സ് അല്ലെ പുതിയ പാറ്റേൺസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം. അധികം കമ്പനീസ് ഉള്ളവർ ശ്രദ്ധിക്കത്തില്ല. അതാണ് ഒരു നെഗറ്റീവ് സൈഡ്. ഇതെന്ന് പറയുന്നത് പിന്നെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ മറ്റ് ബ്രാൻഡുകൾ ഞാൻ പറയുന്നില്ല, ഈ ഒരു പാക്കേജ് മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു സാസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ ചെയ്യാന്ന് പറയും. ക്ലൗഡിൽ നമുക്ക് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഞാൻ ചെയ്യാന്ന് പറയും. പക്ഷെ ചെയ്യുമ്പോഴെന്താണ് അതൊരു 1000-ഓളം കമ്പനികളായിട്ട് എത്രയോ കമ്പനികൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരുടെയും പാറ്റേൺ സെയിം ആണ്.
നിങ്ങളുടെ ഇന്റേണലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗ്രോത്തിന് ഒപ്പം നിൽക്കാൻ വളരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ സിനാരിയോ ഇസ് ഡിഫറെൻറ്റ്. അപ്പം ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇത് പറയാം. നിങ്ങൾക്ക് മാനുവലി ആണ് നിങ്ങൾ കസ്റ്റമറിനെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ. ഇപ്പോൾ ചില കമ്പനികൾ എക്സൽ ഷീറ്റ് ഉപയോഗിക്കും. അത് എന്ന് എൻക്വയറി വന്നു, എന്ന് കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്തു, അത് കൊട്ടേഷൻ അപ്രൂവ് ആയോ ഇല്ലയോ, അപ്രൂവ് ആയെങ്കിൽ എത്ര എമൗണ്ടിന് അപ്രൂവ് ആയി, നെഗോസിയേഷൻ കഴിഞ്ഞ് ആദ്യത്തെ കൊട്ടേഷൻ എത്രയായിരുന്നു, നെഗോഷിയേറ്റഡ് പ്രൈസ് എത്രയായിരുന്നു, ദെൻ ജോബ് ഇസ് കൺഫേംഡ്, അങ്ങനെ അങ്ങ് പോയി. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് CRM തന്നെയാണ്. അതിനകത്തൊരു സെയിൽസ് ഫണലിൽ കൂടെയാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ സെയിൽസ് ഫണൽ കംപ്ലീറ്റ് മാനേജ് ചെയ്യാനും സമയത്തിന് നമുക്ക് ഒരു ഇൻറ്റിമേഷൻ തരാനും ഏത് കസ്റ്റമറിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് കസ്റ്റമറിൻ്റെ പ്രോജക്റ്റാണ് ഇപ്പം ഏത് ലെവലിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് കൊട്ടേഷൻ പ്രോസസ്സാണ് ഞാൻ പറയുന്നത്, അത് ഏത് ലെവലിൽ നിൽക്കുന്നു, ആരുടെയായിട്ടൊക്കെ നമുക്ക് അതിനകത്ത് ഒരു എന്താ പറയുക, ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണോ ഈ കൊട്ടേഷൻ ഫൈനലൈസ് ചെയ്യുന്നത്. ഈ ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോൾവ് ആകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഇതിനകത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു കോമൺ പ്ലാറ്റ്ഫോം കൊടുക്കണമല്ലോ. ആ പ്ലാറ്റ്ഫോം എന്നാൽ അങ്ങേയറ്റം സെക്യൂരിറ്റിയോടുകൂടി നമുക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് പാക്കേജുകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു CRM ഒരു കമ്പനിയിൽ നിന്ന് എടുക്കുക, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം വേറൊരു കമ്പനിയിൽ നിന്ന് എടുക്കുക. അപ്പം CRM നിന്ന് വന്ന് ഫൈനലായ ഒരു കൊട്ടേഷൻ്റെ പിന്നെ ഇൻവോയ്സിങ് ബില്ലിങ് വേറൊരു സോഫ്റ്റ്വെയറാണ് ചെയ്യുന്നത്. വർഷാവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്കാറ്റേർഡ് ആണ്, 2-3 സോഫ്റ്റ്വെയറിലായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ ടെക്നോളജി വെച്ച് ഡാറ്റ അനാലിറ്റിക്സും പ്രിഡിക്റ്റീവ് അനാലിസിസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഈ പ്രിഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം IT ഫീൽഡിൽ വരുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റും. അങ്ങനൊരു ടോപ്പിക്കേ ഇല്ല കാലഘട്ടത്തിൽ. നമ്മളിപ്പം വാക്മാൻ എന്ന് പറയുന്ന സാധനം ഡിക്ഷണറിയിൽ വന്നത് എങ്ങനെയാണ്? വാക്മാൻ കണ്ടുപിടിച്ചതിന് ശേഷം, അതിന് മുമ്പേ ഡിക്ഷണറിയിൽ ആ വേർഡ് ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ഡാറ്റ അനാലിറ്റിക്സിൻ്റെ കാര്യം. അല്ലെങ്കിൽ പ്രിഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ പ്രിഡിക്റ്റീവ് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്, ഇത് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഉള്ള ഒരാളുടെ ബിഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ ബിഗിൻ്റെയും ഡാറ്റയുടെയും മീനിങ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതല്ലല്ലോ അത്, അല്ലേ? അതൊരു വലിയ സയൻസ് ആണ്, അല്ലേ? അത് മാറ്റം പിന്നെ ഒരു കമ്പനിയുടെ സെഗ്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ തന്നെ അതിന് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിച്ചത് മനസ്സിലാവും. കാരണം പ്രിഡിക്റ്റീവ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ ഓരോ ഗവൺമെൻറ്റും വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് നിതിൻ ഗഡ്കരിയുടെ ഈ റോഡ് പണി നടക്കുന്നില്ല. ഈ റോഡ് പണി നടക്കുമ്പം ഒരു സെഗ്മെൻറ്റിൽ എത്ര ട്രാക്ക് റോഡ് വേണം, അതിൻ്റെ എത്ര സമയം കൊണ്ട് അതിൻ്റെ വർക്ക് തീരും, എത്ര 4 ട്രാക്കുള്ള റോഡ് വേണം, 3 ട്രാക്കുള്ള. ഇപ്പം നമുക്ക് ഇവിടെ കൂടെ പോകുന്നത് 4 ട്രാക്കുള്ള റോഡാണ്. അത് 6 ട്രാക്കുള്ളത് വേണമെന്ന് തീരുമാനിക്കുന്നതും എല്ലാം ഈ ഡാറ്റ അനലിറ്റിക്സിലൂടെയാണ്. അതിലൂടെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ സഞ്ചരിച്ച വാഹനങ്ങളുടെ എണ്ണം, ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്, പിന്നെ മൊബിലൈസ് ചെയ്ത എന്താ പറയുക കമ്മോഡിറ്റീസ് എത്ര, അല്ലെങ്കിൽ ഇന്ന 2 സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആ സിറ്റിയിലുണ്ടാകുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അനുസരിച്ചിട്ട് ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന നമ്പർ ഓഫ് ട്രെയിലേഴ്സ്, കണ്ടെയ്നർ മൂവ്മെന്റ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നത്, അല്ലേ? ഒരു റോഡ് പണി ചെയ്യുന്നത്. അല്ല ചുമ്മാ പണ്ട് എങ്ങനെയാണ് ഒരു റോഡ് ഉണ്ടായിരുന്നു, ആദ്യം കല്ലായിരുന്നു, പിന്നെ ടാർ ചെയ്തു, പിന്നെ അതിനൊരു റോഡ് പണിയെടുക്കണം ഒരു വരയിട്ടു. ഇതാണല്ലോ നമ്മുടെ അന്നത്തെ റോഡിന്റെ പുരോഗതി എന്ന് പറയുന്നത്. ഞാൻ ഒരു ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്തില്ല. നമുക്ക് അന്ന് ആ അനലിറ്റിക്കൽ കേപ്പബിലിറ്റി ഇല്ലായിരുന്നു. ആ ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇന്ന് നമുക്കുണ്ട്. ആ ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ പ്രെഡിക്റ്റീവ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പല സ്ട്രാറ്റജിക് ഡിസിഷൻസും എടുക്കുന്നത്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ, പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു കമ്പനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. MSME സെഗ്മെൻറ്റിൽ ഉള്ള മാനേജ്മെൻറ്റ് ഇതിനെക്കുറിച്ച് ഡെപ്തിൽ അറിഞ്ഞിരിക്കണം, അതിൻ്റെ സാധ്യതകൾ അറിഞ്ഞിരിക്കണം. ഇത് എങ്ങനെ അവർക്ക് അവരുടെ കമ്പനികളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് ഇത് എത്രത്തോളം പിന്നെ സഹായകരമായിരിക്കും എന്നുള്ളത് ഡെഫിനറ്റായിട്ട് അവർ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ടെക്നോളജി അവൈലബിൾ ആണ്, അഡോപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്റ്റാഫിനെയും മാനേജ്മെൻറ്റിനെയും തയ്യാറാക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ സാറിപ്പം MSMEനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പുതുതായിട്ടൊരു സംരംഭം തുടങ്ങുന്നവർ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളവർ, അവരൊക്കെ ഈ ഒരു പ്രോസസ്സിലേക്ക്, അതായത് വരുമ്പം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ
സാറ് പറഞ്ഞു എന്താണ് അവരുടെ ബിസിനസ്സിൽ തന്നെ എൻ്റയർലി വരുന്ന ഡിഫറൻസ് എന്തായിരിക്കും എന്നുള്ളത് സാർ ഇപ്പം പറഞ്ഞതിൽ നിന്ന് ഏകദേശം നമുക്കൊരു മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പല ആൾക്കാരും ഓൾറെഡി ചിലപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ കമ്പനി, ഇപ്പോൾ സാറ് പറഞ്ഞ കമ്പനി വളരുന്നുണ്ട്, കമ്പനീൻ്റെ ബിസിനസ് മീൻസ് ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ, പക്ഷേ നമ്മളെ ഇപ്പോഴുള്ള IT അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമുക്ക് സിസ്റ്റം ഒന്നും ഡെവലപ്പ് ആവുന്നില്ല, എല്ലാം സ്റ്റാൻഡേർഡൈസ് ആയിട്ട് തന്നെ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് മാറണം അങ്ങനെയുള്ള ചിന്തിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരെന്താണ് ഈ ഒരു പ്രോസസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന സമയത്ത് അവരെന്താണ് അവർക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അവർ ചെയ്യേണ്ടത്? ആദർശ് ചോദിച്ച ആ ചോദ്യം ഒരു വളരെ നല്ല ചോദ്യമാണ്. ഇപ്പോഴത്തെ പല മാനേജ്മെൻറ്റുകൾക്കും, പ്രത്യേകിച്ച് യങ് ജനറേഷൻ മാനേജ്മെൻറ്റ്, അധികം IT എക്സ്പോഷർ ഇല്ലാത്ത മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് തോന്നുന്ന ഒരു ചോദ്യമാണിത്. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അവർ സ്വീകരിക്കേണ്ടതെന്നുള്ളത്. ഒരു കമ്പനിയുടെ ബിസിനസ് എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ നമുക്കിപ്പോൾ ജനറലി കമ്പനികളെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സർവീസസ് കമ്പനികളുണ്ട്, അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്പനികളുണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്. ഈ 3 കമ്പനികളെ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡാണെങ്കിലും അക്കൗണ്ടിങ് സൈഡാണെങ്കിലും ഓപ്പറേഷൻ സൈഡാണെങ്കിലും അവർക്ക് കുറേ പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സുകൾ IT സൈഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെല്ലാം വേറെ വേറെ മോഡ്യൂൾസാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് ജനറൽ ലെഡ്ജറുണ്ട്, പർച്ചേസ് ലെഡ്ജറുണ്ട്, സെയിൽസ് ലെഡ്ജറുണ്ട്. ഈ 3 ലെഡ്ജേഴ്സും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴുള്ള ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം ഓപ്പറേഷൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കൺട്രോൾ അങ്ങനെ തുടങ്ങി ക്വാളിറ്റി അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ്ഡാണ്. HRM ഇപ്പം ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിലേക്ക് പോയാൽ അതും കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റാണ്. പക്ഷേ ഒരു കമ്പനി ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരാദ്യം, എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ഇപ്പോൾ ചിലപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള മറ്റൊരാൾക്ക് വേറൊരു അഭിപ്രായമായിരിക്കാം, പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരാദ്യം അസസ് ചെയ്യേണ്ടത് ഇവരെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ ഫീൽഡ് അവരുടെ കമ്പനിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോകുന്നു എന്ന ഒരു ബേസിക് കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരാദ്യം അസസ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏത് ചെയ്യണം, ഏതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ അഡീഷൻ അവരുടെ കറണ്ട് ബിസിനസ്സിന് കൊടുക്കുന്നത്, അതാണ് ആദ്യം അസസ് ചെയ്യേണ്ടത്. ചില കമ്പനികൾ പറയും അവർക്ക് CRM ആയിരിക്കണം, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. അത് പറയുന്ന മെയിനായിട്ടുള്ള കമ്പനികളെന്ന് പറയുന്നത് സർവീസ് ബേസ്ഡ് കമ്പനികളാണ്. അവർക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അവരുടെ എൻക്വയറീസും അതിൻ്റെ സർവീസും പിന്നെ അതിൻ്റെ ഫോളോ. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഈ CCTV ഫിറ്റ് ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ല, അവർ മറ്റ് കമ്പനികളിൽ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് കോൺട്രാക്ട് എടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെ കൺസ്ട്രക്ഷൻ കമ്പനികൾ, ചെറിയ വീടുകൾ വെച്ച് കൊടുക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനികളാണ്. അത് MSME ബ്രാക്കറ്റിനകത്ത് വരുന്ന, ഞാൻ പറയുന്ന വലിയ വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളല്ല, ചെറിയ കമ്പനികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തെല്ലാം CRM പ്രോജക്റ്റ് മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അവരുടെ ബിസിനസ്സിൽ കുറേ വാല്യൂ അഡീഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ. അത് കുറേ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, കുറേ അനാലിസിസുകൾ അവർക്ക്, കുറേ ടാബുലേഷൻസ് ഒക്കെ പിന്നെ അവർക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ അഡീഷൻ അവർക്ക് അതായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ മനസ്സിൽ പറയേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഞാൻ കമ്പ്യൂട്ടറൈസ് ചെയ്യും. എൻ്റെ ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആയിരിക്കും. അതായത് ഒരു ഇൻഫർമേഷൻ, ഒരെണ്ണത്തിനകത്ത് ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ മറ്റൊരു മൊഡ്യൂൾ ഔട്ട്പുട്ട്, ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ വേറൊരു മൊഡ്യൂളിൻ്റെ ഇൻപുട്ട് ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് നടത്തുന്നത്, പർച്ചേസ് പല രീതിയിലുണ്ട്. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾ ഒരു പർച്ചേസ് ചെയ്ത് കഴിയുമ്പം ആ അസറ്റിൻ്റെ ഇൻഫർമേഷൻ അസറ്റ് രജിസ്റ്ററിൽ വരണം. അസറ്റ് രജിസ്റ്റർ ഫൈനാൻസിൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് അല്ലേ. ഇങ്ങനെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അസറ്റ് മാനേജ്മെൻറ്റ് ടീമിന് അറിയണം. അവർ കൊണ്ടുവന്നൊരു പേപ്പർ കൊണ്ട് കൊടുക്കുമ്പോഴല്ല അത് സംഭവിക്കേണ്ടത്. ഇന്റേണലി തന്നെ സിസ്റ്റത്തിലൂടെ തന്നെ അത് അവർ അറിയണം. ഇപ്പോൾ പർച്ചേസ് ചെയ്തൊരു അസറ്റാണ്, ആ അസറ്റ് ഡെലിവറി ആകുമ്പോൾ അതിന് പിന്നെ സീരിയൽ നമ്പർ വേണം, ട്രാക്കിംഗ് റെക്കോർഡ്സ് വേണം, ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിനെ കുറിച്ച് 2 മൊഡ്യൂളിനെ ഞാനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സംസാരിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ സർവീസ് പോകുന്ന ഒരാൾ, സർവീസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ സൈഡാണ്. ഒരാൾ CCTVയും കൊണ്ടുപോകുന്നു, അത് ഫിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് തിരിച്ചു വരുന്നു, ഓപ്പറേഷൻ സൈഡ് ആക്ടിവിറ്റീസാണ്. പക്ഷേ അയാൾ അവിടെ ഓവർ ടൈം ചെയ്തിട്ടുണ്ടോ, അയാൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാവലിനായിട്ട് DA TA കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും അല്ലേ. ഇതെല്ലാ കാര്യങ്ങളും HR-ഉമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും ഫൈനാൻസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാളിനൊരു ജോബ് അസൈൻ ചെയ്തു, അയാൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്തു, ആ ട്രാവൽ ചെയ്ത് ജോബ് ഫൈനലൈസ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇത്ര മണിക്കൂർ ഓവർ ടൈം ആയി, കാര്യങ്ങളെല്ലാം
അതിൻ്റെ ഡേറ്റ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻസിനും ആവശ്യമുള്ള ഡേറ്റയാണ്, അതേസമയം HR-നും ഫൈനാൻസിനും ആവശ്യമുള്ള ഡേറ്റയാണ്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് പ്രൊവൈഡറെ അവർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ എൻറ്റയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി അവർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതല്ല അവർ സ്റ്റാൻഡേർഡ് പാക്കേജിന് വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക SAP അതുപോലെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് അവർ ആദ്യം പർച്ചേസ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കണം. സോ വൺ പാർട്ട് ഈസ് കോസ്റ്റ്, അതർ പാർട്ട് ഈസ് ടെക്നോളജി, ഹൂ ക്യാൻ പ്രൊവൈഡ് ദാറ്റ് ടെക്നോളജി. ഈ രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അവർ ഒരു ഡെവലപ്മെൻറ്റ് ടീമുമായിട്ട് മുന്നോട്ട് പോകണോ, ഒരു ടൈലർ മെയ്ഡ് പാക്കേജ് വേണോ, അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പാക്കേജിലേക്ക് പോകുന്നുണ്ട്. അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മൊഡ്യൂൾ അല്ലെങ്കിൽ ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്താലാണ് അവരുടെ ബിസിനസ്സിൽ ഒരു വാല്യൂ അഡീഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കുന്നത്. വാല്യൂ അഡീഷനും ക്വാളിറ്റി അഡീഷനും സംഭവിക്കുന്നത് ഏത് മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്താലായിരിക്കും. ചിലർ CRM എടുക്കും, ചിലർ കംപ്ലീറ്റ് ERP എടുക്കും, ചിലർ HRMS സിസ്റ്റം എടുക്കും. ഡിപ്പെൻസ്. അത് ഓരോ കമ്പനിയുടെയും ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും. പക്ഷേ ആദ്യം അവരെടുക്കേണ്ട സ്റ്റെപ്പ് അവരുടെ ഡിസിഷൻ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിന് വേണ്ടി പോകണം. അതിന് ആരായിരിക്കണം സപ്ലൈ ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ളൊരു ഒരു സപ്ലയറെ അതിന് കണ്ടുപിടിക്കുക. വെറും ഒരു സപ്ലയറായിട്ട് അവരെ കാണരുത്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് ടൈം റിലേഷൻഷിപ്പ്. അത് അവരുടെ ബിസിനസ്സിന് അത്രമാത്രം ചേഞ്ചസ് വരുത്താനുള്ള ഒരു ഇതാണ്. അവരുടെ ഒരു ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് തന്നെ അവരെ കാണണം. ഒരു ജസ്റ്റ് ഒരു സപ്ലയർ, ഒരു സോഫ്റ്റ്വെയർ സപ്ലയറായി തന്നു തിരിച്ചു പോയി അങ്ങനെയല്ല. ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 3 വർഷം. കാര്യം ഈ കമ്പനിക്ക് ചിലപ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും. ഇത്രയും വലിയൊരു ERP സിസ്റ്റം, അതിനകത്ത് എന്തെല്ലാം ERPക്ക് CRM വരും, HRMS വരും, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മൊഡ്യൂൾസും വരുന്നു എന്ന് വിചാരിക്കാം. അതെന്ന് പറയുന്നത് അവർക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതെല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. ചിലപ്പം അവരത് ബഡ്ജറ്റ് ചെയ്യുന്ന ഓവർ എ പീരീഡ് ഓഫ് 3 years നമ്മൾ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പം അതിന് കൂടെ നിൽക്കാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ് അവർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദേ ഹാവ് ടു അസസ് വിച്ച് മൊഡ്യൂൾ ഷുഡ് ഗോ ഫസ്റ്റ്. ആ റോൾ ഔട്ടിനുള്ള ഒരു ടൈം ഫ്രെയിം വർക്കൗട്ട് ചെയ്യണം. ബഡ്ജറ്റും സിഗ്നിഫിക്കൻസും, ഏത് മൊഡ്യൂൾ ആണ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ, കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ട മൊഡ്യൂൾ ഏതാണ് ഇത്. പിന്നെ ഇന്നത്തെ സ്റ്റേജിൽ നിന്ന് നമ്മളിത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി നമ്മളിതുമായിട്ട് ടൈപ്പ് ചെയ്യുന്നെങ്കിൽ അവർ ബേസിക്കലി AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും തറോ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികളെ മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനികളെ മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം ദാറ്റ് ഈസ് എ ഫ്യൂച്ചർ. ഇതില്ല, ഡാറ്റ അനാലിറ്റിക്സിന് കേപ്പബിലിറ്റി ഇല്ലാത്തൊരു സിസ്റ്റം ആണ്, പ്രെഡിക്റ്റീവ് അനാലിസിസിന് കേപ്പബിലിറ്റി ഇല്ലാത്തൊരു സിസ്റ്റം ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ എന്താ പറയുക, ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ഡ്രെയിൻസ് എന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ഇൻവെൻട്രി മാനേജ്മെൻറ്റും ഉള്ള ഒരു മൊഡ്യൂൾ, വലുതായിട്ടുള്ളൊരു മൊഡ്യൂൾ. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോ മെറ്റീരിയൽ പർച്ചേസും അതിൻ്റെ സ്റ്റോക്കിങ്ങും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളും ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു വലിയൊരു മൊഡ്യൂളാണത്. അതെന്ന് പറയുന്നത് അവരുടെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിലൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇനിയുള്ള കാലം ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ടെക്നോളജി നമ്മൾക്ക് സപ്ലയറെ കണ്ടുപിടിച്ചു, നമുക്ക് വേണ്ടുന്ന മൊഡ്യൂൾസ് നമ്മൾ ഡിസൈഡ് ചെയ്തു. പക്ഷെ അതിന് വേണ്ടുന്ന ടെക്നോളജി എന്തായിരിക്കണം അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ഏറ്റവും എന്താ പറയുക, കമ്പനിയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, അതായത് കമ്പനിക്ക് വേണ്ടുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റൂ. അതൊരു സോഫ്റ്റ്വെയർ കമ്പനികളാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. AI, ML, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അതുപോലത്തെ കാര്യങ്ങൾ അറിയാൻ വയ്യെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ബോധം അവർക്കുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു പാർട്ട്ണറെ ആദ്യം കണ്ടുപിടിക്കുക. ആ പാർട്ട്ണറേയും കൂടെ ചേർത്തിട്ട് ഒരു സിസ്റ്റം പ്ലാൻ ചെയ്യും. അതായത് ഏത് മൊഡ്യൂൾ ഫസ്റ്റ്, ഏത് മൊഡ്യൂൾ ആദ്യം, രണ്ടാമത്തെ ഏത് മൊഡ്യൂൾ, അങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റിങ്ങിൻ്റെ അനുസരിച്ചിട്ട് അത് ചെയ്തിട്ട് ഔട്ട് ചെയ്ത് പോവുക. അപ്പോൾ എന്താ പറ്റുന്നത്, നമുക്ക് ആവശ്യമുള്ള സിസ്റ്റംസ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും.
നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവുന്നില്ല, എന്നാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് പറഞ്ഞാലുള്ള നമ്മൾ ഒരു കമ്പനി എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ക്ലയൻറ്റ് ഇപ്പം നമ്മുടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇത്രയും ERP സിസ്റ്റത്തിൽ ഇത്രയും ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടല്ലോ മോഡ്യൂൾസിൻ്റെയൊക്കെ, ഇതിലാദ്യം ഞങ്ങൾ ഇതിന് വേണം, ഞങ്ങൾക്ക് അത്രയും കൂടെ പോകാനുള്ള ആ ചോദ്യത്തിന് ആൻസർ അവർ തന്നെ പറയണം. ഏതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവരുടെ ബിസിനസ്സിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഏരിയ ഏതാണ് എന്നാണ്, അതിനാണ് ഫസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതിനാണ് ആദ്യം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പം ജനറലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കമ്പനികളെ അപ്രോച്ച് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം, CRM, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓക്കെ ആണ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു പെയിൻ പോയിന്റ്സ് ആണത്. അതിനടുത്ത സ്റ്റേജിനാണ് ചിലപ്പോൾ HRMSനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഒത്തിരി എംപ്ലോയീസ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു 10-30 എംപ്ലോയീസ് ഉള്ളവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു HR ആപ്ലിക്കേഷൻ ഫുൾ ഫ്ലെഡ്ജ് HRൻ്റെ ഒന്നും ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. 100-150 എംപ്ലോയീസൊക്കെ വരുവാണെങ്കിൽ HRMS ചിലപ്പോൾ അവർക്ക് ആദ്യമേ തന്നെ വേണ്ടി വരും. അവർ കാര്യം അറിയാമല്ലോ, ചില ഇപ്പോൾ ഫൈനാൻസിലാണെങ്കിലും HR-ലാണെങ്കിലും കംപ്ലയൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ ഗവൺമെൻറ്റിന് പോകേണ്ട ഫീസുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പോയി എംപ്ലോയീസിൻ്റെ റെക്കോർഡും കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദൂരവ്യാപകമായ ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ കൂടി അവർ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഡിപ്പെൻസ്, ഇതിന് 10-25 പേരുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ഫൈനാൻസിൽ ഇരിക്കുന്ന ഒരാൾക്ക് തന്നെ ചിലപ്പോൾ ആ കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിനല്ല പ്രയോറിറ്റി അവർക്ക് കൊടുക്കേണ്ടത്. അവർക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി മറ്റ് പെയിൻ പോയിന്റ്സ് ഉള്ള ഏരിയയ്ക്കാണ്. അപ്പോൾ സാർ, എനിക്കൊരു ഡൗട്ട്. അതായത് ഇപ്പം വലിയ വലിയ കമ്പനികളുണ്ടല്ലോ, വലിയ വലിയ കമ്പനികളിൽ അവിടുത്തെ ബിസിനസ് ഓണേഴ്സ് ഇല്ലെങ്കിൽ പോലും അവർ അഭാവത്തിലാണെന്നുണ്ടെങ്കിലും അവരെ ബിസിനസ് റൺ ചെയ്യും. അതിന് വേറെ ഒരു കുഴപ്പ കാര്യങ്ങളൊന്നുമില്ല, അത് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷേ എങ്കിൽ MSMEകളിൽ പോലുള്ള കമ്പനികളിൽ നമുക്ക് മെയിനായിട്ട് എന്ന് വെച്ചാൽ അവരെ ഓണേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ അറ്റ്ലീസ്റ്റ് അങ്ങനെ തന്നെ ഇതാവുന്നുണ്ടെങ്കിൽ തന്നെ പല ബിസിനസ്സുകളിലും അത് ശരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ MSME കമ്പനികളിലും ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വലിയ വലിയ ബിസിനസ് റൺ ചെയ്യുന്ന പോലെ മാറേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് മാറേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യേണ്ടത്? ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ആദർശിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ബിസിനസ് കണ്ടിന്യൂറ്റിയെ കുറിച്ചാണ്. ബിസിനസ് കണ്ടിന്യൂറ്റിയിൽ പല കാര്യങ്ങൾ, പല ഫാക്ടറും ഇൻവോൾവ് ആണ്. എങ്കിലും നമ്മൾക്ക് അതിൻ്റെ ഒരു കമ്പ്യൂട്ടറൈസേഷനിൽ വരുമ്പോഴത്തേക്ക് അതിനെ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ചാൽ ആദ്യം പറയാം. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ വലിയ കമ്പനികളാണെങ്കിൽ ഒരു ജനറേഷൻ സ്വിച്ച് ഓവർ ചെയ്യുകയാണെങ്കിൽ പോലും ബിസിനസ്സിനെ ഒന്നും ബാധിക്കാതെ തന്നെയാണ്. ഉദാഹരണത്തിന് ടാറ്റയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം വളരെ വലിയൊരു വിഷണറി ആയിരുന്നു, വലിയൊരു ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. പക്ഷേ അദ്ദേഹം പോയതിനു ശേഷം അവിടെ ഒരു ഗ്യാപ്പില്ല. ബിസിനസ് ഈസ് കണ്ടിന്യൂയിങ് ആസ് സെയിം ആസ് ഈ വാസ് എ ലൈഫ്. അങ്ങനെ ആ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ബിസിനസ് കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ആ കമ്പനികൾ അച്ചീവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എ സിസ്റ്റം. ഞാൻ പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം അല്ല, ഒരു SOP എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട് എല്ലാ കാര്യത്തിലും. ഒരു പർച്ചേസ് ഓർഡർ ഉണ്ടാക്കുന്ന കാര്യത്തിലാണേലും, ഒരു പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലാണേലും, ഒരു ലീവ് അപ്രൂവലിൻ്റെ കാര്യത്തിലാണേലും, ഒരു ട്രക്ക് മാനുഫാക്ചർ ചെയ്ത് പുറത്തിറക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രൊഡക്ഷൻ ലൈനിൽ ഏറ്റവും ബിഗിനിങ് തൊട്ട് അത് ഡ്രൈവ് ചെയ്ത് പുറത്തിറങ്ങുന്നവരുള്ള എല്ലാ പ്രോസസ്സും ഓരോ SOPയിലൂടെയാണ് പോകുന്നത്. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉള്ളതുകൊണ്ടും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എത്തേണ്ട സ്ഥലത്ത് കറക്റ്റ് ടൈമിന് എത്തുന്നത് കൊണ്ടുമാണ് ഇവർക്കത് പറ്റുന്നത്. ഓരോ പൊസിഷനിലിരിക്കുന്നവർക്ക് എന്തെല്ലാം ഇൻഫർമേഷൻ എപ്പോഴൊക്കെ കിട്ടണോ ആ സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നതും കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് ഒരു IT-യുടെ സംഭാവനയാണ്. ഇപ്പോഴത്തെ MSME സെഗ്മെൻറ്റിൽ ഞങ്ങൾ കാണുന്ന ഒരു പ്രവണത പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം മാറി നിന്നാൽ എൻ്റെ ബിസിനസ് തകർന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ച് ശതമാനം എൻ്റർപ്രണേഴ്സ് ഇപ്പോഴും ഉണ്ട്. അത് കേരളം എന്നല്ല, ഇന്ത്യ മൊത്തം നമ്മൾ നോക്കിയാലും ലോകം മുഴുവൻ കറങ്ങി നോക്കിയാലും ഞാൻ ബിസിനസ്സിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ സംഭവം അവതാളത്തിലാകും എന്ന് ചിന്തിക്കുക. അതെ, അതിപ്പം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അച്ഛൻ മകനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പോലും പേടിക്കുന്നില്ല ഇതുണ്ട്. ഈ
ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ലോങ് ടൈമിനെ കുറിച്ചും നമുക്ക് ഷോർട്ട് ടൈമിനെ കുറിച്ച് പറഞ്ഞാലും സെയിം തന്നെ. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടോ, നിങ്ങളുടെ പ്രോസസ്സുകൾ നടക്കുന്നത് ഒരു പർട്ടിക്കുലർ പ്രോസസ് ഫ്ലോയിലാണോ, ആ പ്രോസസ് ഫ്ലോ നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, ആ പ്രോസസ് ഫ്ലോയുടെ ബ്രാക്കറ്റിനകത്ത് നിന്നാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ISO സർട്ടിഫൈഡ് കമ്പനിയിൽ നിന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു SOPയിൽ ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു NCR ആണ്, അല്ലെ, നോൺ കൺഫോമൻസ് റിപ്പോർട്ടാണ്. നോൺ കൺഫോമൻസ് റിപ്പോർട്ട് എന്താണ്? ഒരു SOPയിൽ നിന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോഴാണ്, പ്രൊസീജിയർ ഡീവിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു NCR ആയി. ആ NCR എങ്ങനെ സംഭവിച്ചു? ആളിന് ജോലി ചെയ്ത ആളിന് അതിനുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടാണോ, അല്ലെന്നുണ്ടെങ്കിൽ റോങ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണോ, അങ്ങനെ പല കാരണങ്ങൾ. അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയും. അതിന് നമ്മളൊരു CAT ടീമിനെ ബിൽഡ് ചെയ്യും. എന്താണ് കറക്റ്റീവ് ആക്ഷൻ ടീമിനെ ബിൽഡ് ചെയ്ത് അവർ റൂട്ട് കോസ് അനാലിസിസ് നടത്തിയിട്ടാണ് NCR ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും എന്തായിരുന്നു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനുള്ള റെമഡി കണ്ടുപിടിക്കും. അതായത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കും, ഫ്യൂച്ചറിൽ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കും. ഇതൊക്കെയാണ് വലിയ വലിയ കമ്പനികൾ ചെയ്യുന്നത്. ചെറിയ കമ്പനികളിൽ ഇപ്പം നമ്മളൊരു റൂട്ട് കോസ് അനാലിസിസും CAT ടീം ബിൽഡിങ്ങും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ ബൗൺസ്, അല്ലേ, അവർക്ക് അതിനെക്കുറിച്ച് ഒരു പിടിയും കിട്ടത്തില്ല, ഇവരെന്തായി സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഇത് വരും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഒരു സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രോസസ് ഫ്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അത് ഒരു IT സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ട്രാക്ക് ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബിസിനസ് എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്ന പ്രെമിസസിൻ്റെ പുറത്ത് എത്ര ദൂരം പോയാലും യു ആർ കണക്റ്റഡ് ടു ദ ബിസിനസ്. അതാണ് ബിസിനസ് ഓൺ ദ ഗോ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് തുറന്ന് നോക്കുമ്പം ഇന്ന് എത്ര എൻക്വയറീസ് വന്നു, എത്ര കൊട്ടേഷൻ പെൻഡിങ് ഉണ്ട്, ഇന്ന് എത്ര കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്തു, വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് വി കോട്ടഡ് ടുഡേ, എത്ര അപ്രൂവൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ഇൻവോയ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തു, എത്ര ഇൻവോയ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ടോട്ടൽ എമൗണ്ട് എത്ര ഔട്ട്സ്റ്റാൻഡിംഗ്, ഇന്നത്തെ ബാങ്ക് ബാലൻസ് എന്താണ്. ഇതൊക്കെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടി തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ ഫോണിൽ കാണിക്കാൻ പറ്റുന്ന ഒരു കാലമാണിത്. അതായത് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് വരുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ആൻസർ ഉണ്ട്. അതാണ് ഇന്നത്തെ ടെക്നോളജി. അതാണ് ഈ ടെക്നോളജി വേൾഡിൽ പറയുന്ന വാക്ക് ബിസിനസ് ഓൺ ദ ഗോ. നിങ്ങൾ ബിസിനസ്സിനുള്ളിൽ തന്നെ നിൽക്കണമെന്നില്ല, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളരെ വലുതാക്കിയ ഒരാളാണ് സന്തോഷ് ജോർജ് കുളം, അല്ലേ, സന്തോഷ് ജോർജ് കുളം. അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടായൊരു, അതൊരു വലിയ ഉദാഹരണമാണ്. പുള്ളിക്കാരൻ ബിസിനസ്സിൻ്റെ ആ സ്ഥാപനത്തിനകത്തില്ലായിരുന്നെങ്കിൽ പോലും പുള്ളിയുടെ ബിസിനസ്സിനെ പുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പം വേറൊരു ഉദാഹരണം എടുക്കുമല്ലോ, ലുലു സെൻറ്ററിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ലുലു സെൻറ്ററിൻ്റെ വളരെ ചെറിയ കാലഘട്ടം മുതൽ അദ്ദേഹം ഇപ്പോൾ തഴച്ചു വളർന്ന് വലിയൊരു വൃക്ഷമായി മാറിയത് നമ്മൾ കണ്ടു നിൽക്കുകയാണ്. എത്ര രാജ്യങ്ങളിൽ എന്തെല്ലാം എല്ലായിടത്തും പുള്ളി ചെല്ലുന്നുണ്ടോ, എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചും പുള്ളിക്ക് അറിയാമോ, എല്ലാ സ്ഥാപനങ്ങളിലുള്ള സ്റ്റാഫിനെ അറിയാമോ, ആരൊക്കെ ഏതൊക്കെ പൊസിഷനിൽ എന്തൊക്കെ ചെയ്യുന്നത് പുള്ളിക്ക് അറിയാമോ. എന്നാൽ വലിയൊരു സ്ഥാപനം നല്ല രീതിയിൽ നടക്കുന്നില്ലേ? എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദർ ഈസ് എ പ്രൊസീജിയർ ഫോർ എവ്രിതിങ്. അതുകൊണ്ടാണ് പുള്ളിയുടെ ആബ്സെൻസിലും അത് വളരുന്നത്, അല്ലേ. ഇത് എഫിഷ്യൻ്റായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മുടെ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി, നമ്മൾ ഒരു ബിസിനസ് മാൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ എഫിഷ്യൻസിയുടെ ലെവലൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇനിയുള്ള കാലം ഒരു കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു സ്ഥാപനം, ഒരു MSME സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ചിന്തിക്കേണ്ടത്, മനസ്സിൽ പറയേണ്ട ഒന്നുണ്ട്, ഞാൻ AI അഡോപ്റ്റ് ചെയ്യും, ഞാൻ മെഷീൻ ലേണിംഗ് അഡോപ്റ്റ് ചെയ്യും, ഞാൻ IoT അഡോപ്റ്റ് ചെയ്യും, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ്. നിങ്ങളുടെ അസറ്റിൻ്റെ ട്രാക്കിങ്ങും അതുപോലുള്ള കാര്യങ്ങളും അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ IoT എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങളുടെ ഇൻവെൻട്രി, നിങ്ങളൊരു മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെയുള്ള ടെക്നോളജികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യും എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം. ആ തീരുമാനത്തിൽ നിന്നാണ് നമുക്കിത്
അതുപോലത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെയൊക്കെ ടേബിളിൽ നമുക്ക് വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങളൊരു IT-ക്ക് വേണ്ടി നിങ്ങളൊരു അസോസിയേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ടെക്നോളജിയൊക്കെ നമ്മുടെ ടേബിളിൽ കൊണ്ടുവരാൻ പറ്റുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്യണം. അപ്പോൾ സാർ, MSMEയിലുള്ള ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയോ സാറിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ഈ ഡിജിറ്റലൈസേഷനിലേക്ക് പോകാനുള്ള സപ്പോർട്ടും ഗൈഡൻസും സാർ ചെയ്തു കൊടുക്കുമോ? തീർച്ചയായും ചെയ്തു കൊടുക്കാമല്ലോ. അതിന് നമുക്ക് യാതൊരു റിസർവേഷൻസും ഇല്ല. നമുക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ ഗൈഡൻസും കൊടുക്കാൻ പറ്റും. ബേസിക്കലി നമുക്ക് അവിടുന്ന് അറിയേണ്ടത് അവരുടെ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണ്, അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ഒരു ഡിജിറ്റലൈസേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടായിരിക്കും. ആ ബഡ്ജറ്റ് കൺസ്ട്രെയിനും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിനകത്ത് അത് ഞാനൊരു സർവീസായിട്ട് പലർക്കും വേണ്ടിയും ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളെ ചോദിച്ചു വരുന്ന ആർക്കു വേണ്ടിയും നമ്മളത് ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അതൊരു എന്താ പറയുക, എടുത്തു ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ല ശരിക്കും. കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലോ പോകുന്നത്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്കൊരു മടിയില്ല. ഓക്കെ സാർ, അത് സാറ് പറഞ്ഞു തന്നെ ഒരുപാട് ബിസിനസ് ഓണർക്ക് ഒക്കെ വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക, ഇത് കാണുന്ന ആൾക്കാരോടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സാറിനെ കോൺടാക്ട് ചെയ്യുക, ധൈര്യത്തിൽ കോൺടാക്ട് ചെയ്യുക. സാറിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ടാണെങ്കിലും സാറിനെ ധൈര്യത്തിൽ വിളിച്ചോളൂ. ഞാൻ സാറിൻ്റെ നമ്പർ താഴത്തേക്ക് കൊടുക്കുക. നിങ്ങൾ സാറിനെ എപ്പോഴാണെങ്കിലും വിളിച്ചോളൂ. സാറ് ക്ലിയർ ആയിട്ട് തന്നെ അതിൻ്റെ ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. സാർ, താങ്ക് യു സാർ. സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്കും പല കാര്യങ്ങളും പുതിയൊരു അനുഭവമായിരുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. എന്താവുന്നുള്ള ഇപ്പം അതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് സാറ് പറഞ്ഞുതരാണ് ഞാനും കുറേ കൂടുതലായിട്ട് അറിയുന്നത്. ഓക്കെ സാർ, വളരെ ഉപകാരം. എന്ത് കാര്യങ്ങൾ വേണേലും ചോദിച്ചോളൂ. ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ? ആർക്ക് വേണേലും അപ്രോച്ച് ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, സപ്പോർട്ട് ചെയ്യാം. അതിനൊരു മടിയുമില്ല. ഒരു മടിയില്ല. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.